ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മോർണിംഗ് റൊട്ടീൻ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ അധികം ഇപ്പം ഈവനിങ് റൊട്ടീനും പ്രിപ്പും കാര്യങ്ങളൊക്കെ അല്ലേ വീഡിയോയിൽ കാണിക്കില്ല. അപ്പം ഇപ്പോഴത്തെ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ? ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. ആദ്യം തന്നെ നമ്മളൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മോർണിംഗ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് നമ്മൾ രാവിലെ നേരത്തെ എണീറ്റതുകൊണ്ട് ഒരാളത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മോർണിംഗ് ആയി തീരൂല അല്ലേ. അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് കേട്ടോ ഞാൻ ആദ്യം പറയണത്. അപ്പം ഞാനും ഇതുപോലെ വിശ്വസിച്ച ഒരാളേനെ കേട്ടോ, നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് പ്രൊഡക്റ്റീവ് ആക്കാന്നുള്ളത്. പക്ഷേ അത് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ ആ ഒരു ദിവസം നല്ലൊരു തുടക്കം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ദിവസം നമുക്ക് പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യേണ്ട ഒരു പരിപാടി, ഞാൻ ഇപ്പം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് ഇപ്പോൾ ഒരു 5:30 അലാറം വെച്ച് കഴിഞ്ഞാൽ എത്ര സ്നൂസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചാലും നമ്മൾ സ്നൂസ് ചെയ്ത് പോകും. അപ്പോൾ അതെനിക്കുള്ളൊരു ഭ്രാന്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സ്നൂസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു 5:45 ഇപ്പോൾ ഒരു 5:30 അലാറം വെച്ചാൽ ഒരു 5:45 5:50 ആകുമ്പോൾ ഞാൻ എണീക്കും കേട്ടോ. മാക്സിമം പോലെ ഒരു 5:50. അപ്പോൾ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബൈൻഡർ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരരുത്. ഇന്നിപ്പോൾ പെട്ടെന്ന് നമ്മളെ മനസ്സിലേക്ക് വരുന്നൊരു എക്സ്ക്യൂസ് ആയിരിക്കും, ഇന്നിപ്പോൾ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലല്ലോ, അപ്പോൾ എന്തായാലും കുറച്ചും കൂടി കിടക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ അതിനുള്ളൊരു ഉത്തരമായിട്ട് നമുക്ക് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് തലേന്ന് തന്നെ ഒരു ടു ഡു ലിസ്റ്റ് വെറുതെ ഒരു റഫായിട്ട്, ഞാനിപ്പോൾ എൻ്റെ ബൈൻഡറും ഈ ഫയലൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ ഞെട്ടേണ്ട, വെറുതെ ഒരു റഫായിട്ട് ഒരു പേജ് എടുത്തിട്ട് അതിലൊന്ന് എഴുതി വെച്ചാൽ മതി ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് തീർക്കാൻ എനിക്കുള്ളത് എന്നുള്ളത്. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ അലാറം അടിയുന്ന ആ ഒരു ഭാഗത്ത് തന്നെ ആ ഒരു ഫോണിൻ്റെ അടുത്ത് തന്നെ ഈ ഒരു കാര്യങ്ങളും കൂടി വെച്ച് കഴിഞ്ഞാൽ അത് കാണുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് അവർ എനർജി കിട്ടും. ഇനിയിപ്പോൾ കിടന്നുറങ്ങിയാൽ ശരിയാവില്ല, ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ടെന്നല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കുറച്ചായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ബൈൻഡറും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഇതാ ഒരു കുപ്പി വെള്ളം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഈ ഒരു സമയത്ത് ആ ഒരു രാവിലത്തെ ആ ഒരു കുക്കിങ്ങിൻ്റെ ഇടയിലൊക്കെയാണ് ഞാൻ എൻ്റെ വെള്ളം കൂടി കുറച്ചും കൂടി ഒന്ന് പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്ന ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അങ്ങോട്ട് ഗോവിന്ദയാണ് കേട്ടോ കാര്യം. പിന്നെ റിമൈൻഡറൊക്കെ വെച്ചിട്ടാണ് ഞാൻ വെള്ളം കൂടിയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അതൊരു ഈ വെള്ളം കുടിക്കുക എന്നുള്ള ആ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ഇതുപോലെ റിമൈൻഡറൊക്കെ വെക്കുന്ന ആളാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണെന്നുള്ളത്. അപ്പോൾ അത്രയും മടിയായിട്ടുള്ള ഒരാളേനെ കേട്ടോ ഞാൻ. അപ്പോൾ അതിന്ന് ഞാൻ ഇന്നെ തന്നെ ഒന്ന് ഇതുപോലെ നമ്മളെ ലൈഫ് ഒന്ന് ബോറാവാണ്ട് ഇതുപോലെ കൊണ്ടുപോകുന്നത്, ഇതുപോലെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഒരു ഗെയിം പോലെ എൻ്റെ ഒരു ലൈഫിനെ കൊണ്ടുപോകുമ്പോഴാണ് കേട്ടോ എനിക്ക് ആ ഒരു ബോറടി ഇല്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റണത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. ഇപ്പോൾ എനിക്കിതുപോലെ ആയെന്ന് വിചാരിച്ചിട്ട് ഈ എഴുത്തും കുത്തൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ഓരോട് നിർബന്ധമായിട്ട് ഇത് ചെയ്യണം എന്നല്ല ഞാൻ പറയണത്. ഞാൻ എൻ്റെ ലൈഫിൽ വന്ന മാറ്റങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് ഈ പ്ലാനിങ് പ്രിപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല, പറഞ്ഞ് ഇങ്ങനെ കാട് കയറി പോട്ടെ. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. രാവിലത്തെ ഒരു കലാപരിപാടി ഇതാണ്, ഫസ്റ്റത്തെ ഒരു കലാപരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ്. തലേന്ന് തന്നെ എഴുതി വെച്ച ആ ഒരു ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യും. ഇന്നത്തെ ദിവസം എങ്ങനെയായി തീരണം എന്നുള്ളത് നമ്മളെ രീതിയിലൊന്ന് വിഷ്വലൈസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മൂഡ് അനുസരിച്ചിട്ട് ചിലപ്പം മെഡിറ്റേഷൻ്റെ എന്തെങ്കിലും മ്യൂസിക്കൊക്കെ കേട്ട് ജസ്റ്റ് ആ ഒരു സൈലൻസിൽ കുറച്ച് നേരം ഒന്ന് കണ്ണൊക്കെ അടച്ചിങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പം ഓരോ മൂഡ് അനുസരിച്ചിട്ടാണ് കേട്ടോ. ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പോഡ്കാസ്റ്റ് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 6 മണി വരെയാണ് മാക്സിമം ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ നേരം വൈകി എണീക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ സമയം കുറയ്ക്കും ഞാൻ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 5:30 എണീക്കുന്നതെന്നുണ്ടെങ്കിൽ 6 മണി വരെ നമുക്ക് സമയമുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് പോഡ്കാസ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും കേൾക്കാനുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് സേവ് ചെയ്ത് ഞാൻ വെക്കും. തലേന്ന് തന്നെ അത് സേവ് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ തോണ്ടി നിൽക്കാൻ രാവിലത്തെ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ ഞാൻ അങ്ങനെയാണ് കേട്ടോ. കുറേ നേരം ഞാൻ ആ ഒരു അരമണിക്കൂറാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അന്നേരം സെർച്ച് ചെയ്തിട്ട് കാണുകയാണ് ചെയ്യുക. പിന്നെ എനിക്ക് മനസ്സിലായി സെർച്ച് ചെയ്യൽ മാത്രമേ നടക്കുള്ളൂ, പിന്നെ കാണാനുള്ളൊരു ടൈം നമുക്ക് കിട്ടില്ല. നമുക്ക് ഫോണ് കൈ കിട്ടിയാൽ അങ്ങനെയാണല്ലോ, പിന്നെ നമ്മൾ വാട്സപ്പ് ഫേസ്ബുക്ക് ആ വഴി ഇങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ അതിന് നിൽക്കാണ്ട് തലേന്ന് തന്നെ നാളെ രാവിലത്തേക്ക് എനിക്ക് കാണാനുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അപ്പോൾ അതും നമുക്കൊരു രാവിലെ എണീക്കുമ്പോൾ അതൊരു എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും നമുക്ക്. അത് കാണല്ലോ, എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് പറയണതെന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് അതൊക്കെ ഒന്ന് രാവിലത്തെ ആ ഒരു സമയത്തൊക്കെ ഒന്ന് കേട്ട് ആ ഒരു സൈലൻസിൽ നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമുക്കത് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സംഗതിയായിട്ട് എനിക്ക് ആ ഒരു സമയത്ത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ചിലപ്പോൾ മോട്ടിവേഷനൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതൊക്കെ ഇപ്പോൾ എന്താണ്, ഇതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന്. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഉറപ്പായിട്ട് ആ നമ്മൾ കേട്ട് മറന്ന ആ ഒരു മോട്ടിവേഷൻ, കേട്ട് മറന്നതെന്ന് നമ്മൾ വിചാരിച്ച ആ ഒരു മോട്ടിവേഷൻ നമ്മളെ മനസ്സിലേക്ക് വരും കേട്ടോ. അല്ല അപ്പോൾ അതൊക്കെ അവിടെ വെക്കട്ടെ. ഇനിയിപ്പോൾ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കർക്കിടകമായല്ലോ, അപ്പോൾ എണ്ണ വെച്ച് കുളിക്കുക എന്നുള്ള പരിപാടി ഉണ്ട് കേട്ടോ. അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് കർക്കിടകമായി കഴിഞ്ഞ് എണ്ണ വെച്ച് കുളിക്കുന്ന പരിപാടി അത് കുറച്ച് അസ്കിത കൂടുതലുള്ള ആളാണ് കേട്ടോ ഞാൻ. അപ്പോൾ എന്നും എണ്ണ വെച്ച് കുളിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ എനിക്ക് എന്തോ ഒരു ഉന്മേഷമാണ് കേട്ടോ ഈ കർക്കിടക മാസം ആകുമ്പോഴത്തേക്ക് എണ്ണ വെച്ച് കുളിക്കുക എന്നുള്ള പരിപാടി. അപ്പോൾ എണ്ണ ആദ്യമൊക്കെ ഞാൻ എണ്ണക്കൂട്ട് ഉണ്ടാക്കിയതിന് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ കൊല്ലം ചെയ്ത വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്രാവശ്യം ഞാൻ പിന്നെ എണ്ണക്കൂട്ടൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല.
സാധാ നമ്മളെ നല്ലെണ്ണ വാങ്ങിയിട്ട് അതാണ് ഞാൻ യൂസ് ചെയ്യണത് കേട്ടോ. പിന്നെ അതിന് ബാത്ത് പൗഡറായിട്ടും ഇതുപോലെ പ്രത്യേകം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മളെ കടലപ്പൊടി ഉണ്ടല്ലോ, ഇനിയിപ്പോൾ കടലപ്പൊടി ചെറുപയറോ ഓട്സിൻ്റെ പൊടി എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ അതാണ്, സോപ്പ് ഉപയോഗിക്കില്ലേ ഞാൻ എണ്ണ വെച്ച് കുളിക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ അതാണ്, ഇപ്പോൾ കടലപ്പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ ഈ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വലിയ ഷൈൻ ചെയ്ത് സ്പ്രേ ചെയ്യണതാണ് കേട്ടോ. സംഗതി നോക്കുമ്പോൾ എടുത്ത് വെച്ച ഡ്രസ്സുമ്മൽ മൊത്തമായി അതൊക്കെ നനഞ്ഞ്. അപ്പോൾ സ്പ്രേ ബോട്ടിൽ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീഷോന്ന് വാങ്ങിയതാണ് ഈ സ്പ്രേ ബോട്ടിൽ. അപ്പോൾ ഇത് നല്ല അടിപൊളി സ്പ്രേ ബോട്ടിൽ കേട്ടോ, 2 എണ്ണത്തിൻ്റെ കോംബോ ആയിട്ടുള്ളൊരു ഇതേന്. അത്ര വലിയ ആവണുള്ളൂ, 120 അങ്ങനെ എന്തോ ആണ് ഞാൻ വാങ്ങിയ സമയത്ത് കേട്ടോ. ഞാൻ മീഷോൻ്റെ കോഡ് ഞാൻ നോക്കട്ടെ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ആവശ്യമുള്ളവർ വാങ്ങി നോക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഹെയർ കെയറിന് വേണ്ടിയിട്ടുള്ള റോസ്മേരിയും അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡും കൂടി ഇട്ടിട്ട് രാത്രി ഞാൻ തിളപ്പിച്ച് വെച്ചിട്ട് അത് രാവിലെ ആകുമ്പോൾ ഇതുപോലെ സ്പ്രേ ബോട്ടിലേക്ക് ആക്കണതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചിലപ്പം 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ 2-3 ദിവസമൊക്കെ ഉപയോഗിക്കലുണ്ട്. അങ്ങനെ കേടായി പോകലൊന്നുമില്ല. ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാക്സ് സീഡൊക്കെ ഉപയോഗിക്കുന്നതിനെ കൊണ്ട് ചിലപ്പോൾ കേടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളൊരു സ്കിൻ കെയറും ഹെയർ കെയറും കേട്ടോ. അപ്പം ഞാൻ ഫോളോ ചെയ്യണ സംഗതി. അപ്പോൾ റോസ്മേരി നല്ല എഫക്റ്റീവ് ആണോ എന്ന് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ട്, അടിപൊളിയാണ് റോസ്മേരി. ഹെയർ ഗ്രോത്തിന് നല്ല ബേബി ഹെയർ ഒക്കെ നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഉണ്ടാവണത്. അപ്പോൾ ഇപ്പോൾ ഈ തണുപ്പായതിനെ കൊണ്ട് എല്ലാവർക്കും ഇത് പറ്റുമോ എന്നറിയില്ല, ചിലപ്പോൾ നീരിറക്കമൊക്കെ വരും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോഴുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ കൊലായി ഒന്ന് തുടച്ചിടും. കൊലായി മൊത്തത്തിൽ തുടച്ചിടാൻ എന്ന് പറഞ്ഞാൽ അതൊരു ഐശ്വര്യമാണ്. മൊത്തത്തിൽ തുടച്ചിട്ട് അമ്മ എപ്പോഴും പറയട്ടെ, മൊത്തത്തിൽ കർക്കിടകത്തിലൊന്ന് തുടച്ച് രാവിലെ തന്നെ ഒക്കെ ഒന്ന് തുടച്ചിട്ടിട്ട് മുറ്റത്ത് ഒന്നും ഇല്ലെങ്കിലും ഒന്ന് ചൂലോടിക്കണം എന്നുള്ളത് പറയട്ടോ. പക്ഷേ മിറ്റം എന്നിപ്പോൾ അടിച്ച് വരിക എന്നുള്ളത് ഇവിടെ അങ്ങനെ വലിയ കച്ചറയാവില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഭയങ്കര മടിയുള്ള കാര്യം അത്. അപ്പോൾ ഞാൻ കൊലായും സ്റ്റെപ്പൊക്കെ ഒന്ന് തുടച്ചിട്ട് ഇതാ കിണ്ടിയിൽ കുറച്ച് വെള്ളം, നമുക്ക് വിളക്കൊന്നും വെക്കാൻ പറ്റില്ല ഈ പ്രാവശ്യം, വെല്ലിച്ചനെ ഏട്ട മരിച്ചതിനെ കൊണ്ട് ശീബോധിക്ക് വെക്കണ കാര്യമൊന്നും ഈ കർക്കിടകത്തിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കിണ്ടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതുപോലെ ഒരു വെള്ള പുഷ്പം കിണ്ടിയിൽ ആ ഒരു വെള്ളത്തിലിടുന്നത് നല്ലതെന്ന് പറയും. അപ്പോൾ അതും ഇട്ട് ഒരു തുളസീൻ്റെ ചെറിയൊരു തുളസിക്കതിരും ആ ഒരു കിണ്ടിയിൽ ഇങ്ങനെ വെള്ളത്തിൽ അങ്ങനെ വെച്ചതാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്ന് പറയണത് കർക്കിടകത്തിൽ നമ്മൾ മുക്കുറ്റിച്ചാന്ത് തൊടും. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുക്കുറ്റി ഉണ്ടാവുമല്ലോ, മുക്കുറ്റി നമ്മളെ പറമ്പിൽ കണ്ടത്തിലൊക്കെ ഇങ്ങനെ ഇതുപോലെ അടിപൊളിയായിട്ട് ഈ മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ സൂപ്പറായിട്ട് ഉണ്ടാവും കേട്ടോ. എവിടെ നോക്കിയാലും മുക്കുറ്റി കാണാം. അപ്പോൾ ഞാൻ ഈ കർക്കിടകത്തിന് മുമ്പ് നമ്മളെ പറമ്പൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് ആ ഒരു ഭാഗത്ത് ഇഷ്ടം പോലെ മുക്കുറ്റി ഉണ്ട്. അപ്പോൾ അവിടെ വൃത്തിയാക്കാണ്ട് അവിടെ വെച്ചതാണ്. അപ്പോൾ അവിടെ നിന്ന് ഇതാ മുക്കുറ്റി ഒരു 2-3 മൂട് മുക്കുറ്റിയൊക്കെ പറിച്ചിട്ട് ഇതുപോലെ നല്ലോണം കയ്യിലിട്ട് ഞരടി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് മുക്കുറ്റിച്ചാന്തി കിട്ടും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ തൊടുക. കുളി കഴിഞ്ഞാൽ നെറ്റിയിൽ ഇത് തൊട്ട് കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയും. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പനി കഫം അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നൊരു സമയമാണല്ലോ ഈ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ, അസുഖങ്ങൾ പെട്ടെന്ന് വരുന്ന സമയമല്ലേ. അപ്പോൾ അതിനുള്ളൊരു പരിഹാരമായിട്ട് നമ്മൾ നെറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു സ്ഥലം നമ്മളെ മർമ്മമാണല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെ മുക്കുറ്റിച്ചാന്ത് തൊടുന്നത് നല്ലതാണ്, അതൊരു മരുന്ന് പോലെയാണെന്നൊക്കെയാണ് പണ്ടുള്ളവർ പറയണത്. അപ്പോൾ നമ്മളിപ്പോൾ അതുപോലെ ഒന്ന് നമ്മൾ പണ്ട് കണ്ടതനുസരിച്ചിട്ട് നല്ലൊരു കാര്യം ഉണ്ടാകുമ്പോൾ നമ്മളത് ഫോളോ ചെയ്യണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ മുക്കുറ്റിച്ചാന്തൊക്കെ തൊട്ട് അത് തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു ഐശ്വര്യമാണ് കേട്ടോ സത്യത്തിൽ. അതിൻ്റെ ആ ഒരു കളർ കൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇനി വർത്താനം പറഞ്ഞിരിക്കാൻ സമയമില്ല, നമുക്ക് അടുക്കളയിൽ പണിയില്ലേ, ഇഷ്ടം പോലെ പരിപാടി ചെയ്ത് തീർക്കാനില്ലേ. അപ്പോൾ അടുക്കളയിൽ വന്നു കഴിഞ്ഞാലുള്ള ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ സാമ്പ്രാണിയൊക്കെ ഒന്ന് കത്തിച്ച് വെക്കുക. അതൊരു ഫീലിന് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. സാമ്പ്രാണി ഇത് പറയുമ്പോൾ എനിക്കെൻ്റെ ചിരി വരും. ഇവിടെ ഏട്ടൻ്റെ ചീത്ത പറയുന്ന ഒരു സംഗതിയാണ്, കുറേ പുക ശ്വസിക്കും രാവിലെ തന്നെ എന്നും പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് അതൊരു ഭയങ്കര ഒരു നമ്മളിപ്പോൾ വേണമെങ്കിൽ അഡിക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് എൻ്റെ ഒരു അവസ്ഥ. അപ്പം ഒരു സാമ്പ്രാണി കത്തിച്ച് വെച്ച് പിന്നെ നമ്മളെ രാമായണം അവിടെ പ്ലേ ചെയ്ത് അതൊക്കെ കേട്ട് ഇങ്ങനെ അടുക്കളയിൽ നിന്ന് പണിയെടുത്തുകൊണ്ട് നിൽക്കാൻ തന്നെ ഒരു സുഖം കേട്ടോ. അപ്പോൾ അങ്ങനെ അതവിടെ രാമായണം അവിടെ പ്ലേ ചെയ്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കുക്കിങ്ങിൻ്റെ കാര്യം നമ്മൾ ചെയ്യുമ്പോഴേ നമുക്ക് ആ ഒരു ഓർഡർ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ചില ആൾക്കാർ ചിലപ്പോൾ ചോറായിരിക്കും ആദ്യം വെക്കാം, ചില ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി ആദ്യം അങ്ങോട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെ ഒരു ഓർഡർ നമ്മൾ കീപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്പീഡിൽ പണികൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനാണെങ്കിൽ ആദ്യം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ച് പിന്നെയാണ് ചോറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു ഓർഡർ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്നും ദിവസം ആ ഒരു ഓർഡർ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് വേഗം നമ്മൾ വേഗം പണിയെടുക്കാനുള്ളൊരു കഴിവില്ല, അതുണ്ടാവുമെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം കേട്ടോ. അപ്പോൾ നമ്മൾ തലേന്ന് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതുപോലെ പ്രിപ്പൊക്കെ ചെയ്ത് മുറിച്ചൊക്കെ റെഡിയാക്കി വെച്ച്, അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള അരിയലും മുറിക്കലും പിടിക്കലൊന്നും ഉണ്ടാവില്ല. വേഗം അങ്ങോട്ട് കുക്കിങ്ങിലേക്ക് കടന്നാൽ മതി. ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഇല്ലാണ്ട് തന്നെ വേഗം കുക്കിങ്ങിലേക്ക് കടക്കാം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു 1-1.5 മണിക്കൂർ ഒരു ആലോചനയായിരിക്കും. ചിലപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും അയ്യോ ഇതില്ലല്ലോ എന്നുള്ള ഒരു ഓർമ്മ വരിക. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും എനിക്കും ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ അങ്ങനെ ഒരു ബോധോദയം ഉണ്ടായതിന് ശേഷമാണ് പിന്നെ ഇതുപോലെ കുറേ കാര്യങ്ങളൊക്കെ പ്രിപ്പൊക്കെ ചെയ്ത് ആ ഒരു ഓർഡറിൽ ഞാൻ പോകാൻ തുടങ്ങിയത് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മസാലക്കറിയാണ് വെക്കുന്നത്. മസാലക്കറി സാമ്പാർ ഇങ്ങനത്തെ കറികളൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് നീട്ടി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചക്കത്തെ ചോറിനും കൂടി എടുക്കാം. ഇവിടെ വലിയ പ്രശ്നമില്ല കേട്ടോ. ചില സ്ഥലത്ത് ചില ഫാമിലിക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ല രാവിലത്തെ കറി ഉച്ചക്കത്തേക്ക് എടുക്കാന്ന് പറഞ്ഞാൽ. പക്ഷേ മസാലക്കറിക്ക് ആവണ സമയത്ത് അത് പ്രശ്നമില്ല. ഇവിടെ വലിയ പ്രശ്നമില്ല. ഇപ്പം സോയാബീൻ്റെ ഒക്കെ ഇട്ട് വെച്ച മസാലക്കറി അല്ലെങ്കിൽ ഇതുപോലെ ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഇപ്പം ഇന്നത്തെ മസാലക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള കഷ്ണങ്ങളൊന്നും നിങ്ങൾ വല്ലാണ്ടൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ ഞാൻ ഈ ഫ്രിഡ്ജിലുള്ള നമുക്ക് വേഗം എടുത്ത് ഒഴിവാക്കേണ്ട പച്ചക്കറികൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി വെച്ചാൽ കേടായി പോകുന്നുള്ള പച്ചക്കറികൾ, അതെല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു മസാലക്കറിയാണ്. ചേനയും കായും പിന്നെ ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു മസാലക്കറിയാണ് കേട്ടോ. പിന്നെ എൻ്റെ കുക്കിങ്ങിൽ അങ്ങനെ വലിയ നിയമാവലികളൊന്നുമില്ല. അതിൻ്റെ കൂടെ ഇതിടരുത്, ഇതിൻ്റെ കൂടെ അതിടരുത്, അങ്ങനെ ഭയങ്കര എന്താ പറയുക വല്ലാത്ത കോമ്പിനേഷൻസ് ഒന്നും ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയില്ല. അല്ലാണ്ട് ഇതുപോലെ നമ്മളിപ്പോൾ വീട്ടമ്മമാർക്കില്ലേ ചെറിയ ചെറിയ ടെക്നിക്ക്, നമ്മൾ ചിലവായി പോവാത്ത പച്ചക്കറികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മിക്സ്ഡ് ഉപ്പേരി വെക്കുക എന്നുള്ള പരിപാടികളൊക്കെ. അപ്പോൾ അങ്ങനത്തെ നുറുക്ക് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നത്തെ നമ്മളെ സാമ്പാറല്ല മസാലക്കറി. അപ്പോൾ ഉള്ള കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ഞാനിതാ മസാലക്കറിക്കുള്ള സംഗതികളൊക്കെ റെഡിയാക്കി. അപ്പോൾ മസാലക്കറി സിമ്പിളായിട്ടാണ് ഇട്ട് വെക്കുന്നത്. കുക്കറിലേക്ക് ആദ്യം നമ്മൾ ഇന്നലെ തന്നെ അരിഞ്ഞ് വെച്ച കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ട്, കഷ്ണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളി, ഉള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഉരുളക്കിഴങ്ങും ചേനയും ഉണ്ടേന്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ കുക്കറിൽ ഒരു 2 വിസിൽ അടിക്കുമ്പോഴത്തേക്ക് അത് വെന്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറവിടുക. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു വറവിൻ്റെ കൂടെ തന്നെ മസാലപ്പൊടികൾ ഇതിലേക്ക് വേണ്ട ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഇതൊക്കെ കൂടി ഇട്ടിട്ട് ആ ഒരു ഇതിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഈ ഒരു കറി നമ്മൾ വേവിച്ച് വെച്ച ഈ കൂട്ടും കൂടി അങ്ങോട്ട് പാർന്ന് ഒന്ന് കുറുക്കിയെടുക്കും. അതാണ് പരിപാടി. അതാണ് നമ്മളെ മസാലക്കറി. അപ്പോൾ മസാലക്കറി സിമ്പിളായിട്ടുള്ള മസാലക്കറിയാണ്, പക്ഷേ ടേസ്റ്റ് അബ്ബാര ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അപ്പുറത്ത് നമ്മൾ പൂരീൻ്റെ പരിപാടി നോക്കുന്നുണ്ട്. പൂരിക്ക് ഞാൻ ഇതുപോലെ തന്നെ തലേന്ന് കുഴച്ചൊക്കെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതും വലിയ പ്രശ്നമില്ല. പരത്താനാണെങ്കിൽ നമുക്കിപ്പം പ്രസ് ഉണ്ട്, ചപ്പാത്തി പ്രസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ തന്നെയാണ് ഞാൻ പൂരിയും റെഡിയാക്കൽ. അപ്പോൾ നമ്മൾ 2-3 സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിന് കേട്ടോ, ഈ ചപ്പാത്തി പ്രസ്സിൽ പൂരി ഉണ്ടാക്കലുണ്ടോ അതൊന്ന് പറയണേന്ന്. വേറെ ഒന്നുമില്ല, നമ്മൾ എടുക്കുന്ന ആ ഒരു നമ്മളെ ക്വാണ്ടിറ്റി ഇല്ലേ, അത് കുറച്ച് കഴിഞ്ഞാൽ ചെറിയതായിട്ട് പൂരിയാക്കി നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. വല്ലാണ്ട് അങ്ങ് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം, വല്ലാണ്ട് നൈസാക്കണ്ടല്ലോ പൂരിക്ക്. അപ്പോൾ അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പൂരിക്കും നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. പൂരി അതുകൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട്. പിന്നെ ഈ മാവ് കുഴച്ച് വെക്കുന്നത് അപ്പോൾ ഈ തലേന്ന് തന്നെ പൂരിക്കൊക്കെ കുഴച്ച് വെച്ചാൽ റെഡി ആവുമെന്ന് ചില സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വീഡിയോ നമ്മൾ പൂരിയിട്ടാണെന്ന് തോന്നുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ ആ സമയത്ത് ചോദിച്ചിന് കേട്ടോ. അപ്പം ഞാനെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കലുണ്ടോ എന്നും ചോദിക്കലുണ്ട്. അപ്പം ഞാനെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ എല്ലാ പണിയും കഴിഞ്ഞിട്ട് പൂരിക്ക് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കാനുണ്ടെങ്കിൽ അത് കുഴച്ച് വെക്കണ ദിവസമാണ്. എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് കുഴച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കിടന്നെണീക്കുന്ന ആ ഒരു സമയമല്ല, അതുവരെ ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കാണ്ട് പുറത്ത് തന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അല്ലെങ്കിൽ നല്ലോണം മൂടി വെച്ചിട്ട് വെക്കുകയാണ് ചെയ്യുക. ഫ്രിഡ്ജിൽ വെക്കലില്ല. ഇപ്പം കുറച്ച് മുന്നേ ഇപ്പോൾ വൈകുന്നേര സമയത്തൊക്കെ ചിലപ്പം നമ്മളെ ഡിന്നറിൻ്റെ രാത്രിത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ കൂട്ടത്തിൽ കുഴച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നല്ലോണം അടച്ച് വെക്കുന്ന സമയത്ത് കുറച്ചൊന്ന് എണ്ണ തടവിയിട്ടാണ് കേട്ടോ ഞാൻ അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യൽ. അപ്പോൾ അങ്ങനെയും ചെയ്യലുണ്ട്. പക്ഷേ പൂരി നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടലുണ്ട് കേട്ടോ, നല്ലോണം പൊന്തി നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടലുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പൂരീൻ്റേത് വെളിച്ചെണ്ണ അവിടെ ചൂടാവാൻ നിൽക്കുന്ന സമയം കൊണ്ട് ഇങ്ങനെ ആദ്യം പരത്തിയൊക്കെ റെഡിയാക്കിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ചപ്പാത്തി പ്രസ് ചെയ്തിട്ട് വേഗം പൂരി ഉണ്ടാക്കണതിനനുസരിച്ചിട്ട് പ്രസ് ചെയ്ത് അങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പുറം പറഞ്ഞല്ലോ നമ്മളെ മസാലക്കറീൻ്റെ റെസിപ്പി പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാം വേവിച്ച് വെച്ച എല്ലാം ഇനിയിപ്പം വറവിടാൻ വേണ്ടിയിട്ട് ഞാനത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് ലോ സിമ്മിൽ വെക്കണം കേട്ടോ. ഈ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകുമല്ലോ. ഇനിയിപ്പം അങ്ങനെ പറ്റൂല എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ശ്രദ്ധിക്കാൻ കഴിയില്ല എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതുപോലെ പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പൊടികളായിട്ട് ഇടുന്നത് മല്ലിപ്പൊടിയും ഗരം മസാലയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയാണ് ഇട്ടെടുത്തത്. ഇനി അതിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ച ഈ ഒരു കൂട്ടം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഈ പച്ചക്കറീൻ്റെ കൂട്ടം കൊണ്ട് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് സോയാബീൻ ഉണ്ടെങ്കിൽ സോയാബീൻ വേവിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതന്നെ സംഗതി സോയാബീനും കൂടി ഇതിൻ്റെ കൂടെ വേവിച്ചങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി.
അപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള നമ്മളെ മസാലക്കറി ഒന്ന് കുറുകി വരണം കേട്ടോ. നമ്മൾ ആ മസാലയ്ക്കൊന്ന് ആ ഒരു കഷ്ണത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നങ്ങോട്ട് കുറുകി വരണം. അപ്പോൾ അങ്ങ് കുറുകി വന്നു കഴിഞ്ഞാൽ സംഗതി സെറ്റായി. ഉച്ചക്കത്തേക്കും രാവിലത്തെ പൂരിക്കുള്ള കറി റെഡിയായി. പിന്നെ നമ്മളിപ്പോൾ ഇൻസ്റ്റ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇൻസ്റ്റ തുടങ്ങണേ അബി, ഇൻസ്റ്റ ഒരു അക്കൗണ്ട് എടുക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ അങ്ങനെ ഒരു ഇൻസ്റ്റ അക്കൗണ്ടൊക്കെ എടുത്ത്, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഫോളോ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ അതിൽ നമുക്ക് പേഴ്സണലായിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്യല്ലോ. അപ്പോൾ അങ്ങനെ ചാറ്റ് ചെയ്യണ സമയത്ത് നമ്മളെ കുറേ സബ്സ്ക്രൈബേഴ്സ് 3-4 സബ്സ്ക്രൈബേഴ്സ് എന്നോട് പറഞ്ഞത് അവർക്കൊക്കെ ചെറിയ മക്കളാണ് അബി, അപ്പോൾ വിചാരിച്ച പോലെ അബീൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണ്, ഫോളോ ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ വിചാരിച്ച പോലെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നടക്കണില്ല എന്ന് പറയലുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുട്ടികളുള്ളപ്പോൾ നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ടൊന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല. നമ്മളെ റൊട്ടീൻ അതുപോലെ കൃത്യമായിട്ടൊന്നും പറ്റില്ല. നമ്മളെ ഉറക്കിൻ്റെ കാര്യങ്ങളുണ്ടാവും, വേറെ ക്ഷീണങ്ങളുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെയുള്ള ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അംഗനവാടി പോകാൻ കുട്ടികൾ തുടങ്ങി കഴിയണത് മുതൽ കുട്ടികൾ നമ്മളടുത്ത് നിന്ന് എന്താ പറയുക വിട്ട് നിൽക്കുന്ന ഒരു സമയമാണല്ലോ. അതുവരെയുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു അമ്മ എന്നുള്ള ആ ഒരു ഇത് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യാൻ കേട്ടോ. പിന്നെ നമുക്ക് കുറേ കാലം കഴിഞ്ഞിട്ട് അത് ഭയങ്കരമായിട്ടൊരു മിസ്സിങ് ആയിട്ട് തോന്നും. അപ്പോൾ ഈ റൊട്ടീൻ ഫോളോ ചെയ്യുക അത് ഇതെന്നൊക്കെ പറയണേനേക്കാളൊക്കെ എത്രയോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ ഒരു സമയം നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പം ചിലപ്പം കുറച്ച് നമ്മളൊന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നമ്മൾ കുറച്ചൊന്ന് നേരത്തെ കുട്ടികൾ എല്ലാവരോടൊക്കെ ഒന്ന് പറഞ്ഞ്, നമ്മളെ വീട്ടിലുള്ള ആൾക്കാരോടൊക്കെ ഒന്ന് പറഞ്ഞ്, നമ്മൾ കുട്ടികൾ ചിലപ്പോൾ രാവിലെ ആയിരിക്കും കുട്ടികൾ ഉറങ്ങുക. അപ്പം രാത്രി ഒന്നും ഉറക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മളും അതുപോലെ ഉറക്കൊഴിയേണ്ടി വരും. അപ്പോൾ രാവിലെ ഉറങ്ങുന്ന സമയത്ത് നമ്മളും കുട്ടികളെ കൂടെ ആ ഒരു സമയത്ത് നമുക്കും കിടന്ന ആ കുട്ടികൾ ഉറങ്ങുന്ന ആ ഒരു സമയത്ത് നമുക്കും കിടന്നുറങ്ങും. നമുക്ക് ഉറങ്ങണം, നമ്മൾ മനുഷ്യന്മാരല്ലേ. അപ്പോൾ നമുക്ക് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മളെ പണികളൊക്കെ ഒന്ന് തീരണല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് നേരത്തെ കുട്ടികൾ ഉറങ്ങുന്ന ആ ഒരു സമയം നോക്കി കുറച്ചൊന്ന് നേരത്തെ എണീറ്റിട്ട് ഇതുപോലെ പണികളൊക്കെ ഒന്ന് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് തീർക്കേണ്ട കുറച്ച് പണികളൊക്കെ ഉണ്ടാവില്ലേ. ഇപ്പോൾ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങൾ, ഇപ്പം കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളെ വീട്ടിൽ ആരും ഉണ്ടാവില്ല. ആളുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, നമ്മൾ കുട്ടികളെ നോക്കി കുട്ടികൾ ഉറങ്ങുന്ന രാവിലെ ആ ഒരു സമയത്ത് കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് നമുക്കും കിടന്നുറങ്ങാം. പക്ഷെ അങ്ങനെ ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ പുതിയ അമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പുതിയ അമ്മമാർ ഞാൻ ഉദ്ദേശിച്ചത് ചെറിയ പ്രായത്തിലൊക്കെ കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് അമ്മമാരൊക്കെ ആയി അങ്ങനെ ഒരു ഇതുണ്ടാവില്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെ ചെയ്യണം, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊന്നും അറിയാത്ത ആൾക്കാരാകുമ്പം ഓരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാനും അങ്ങനെ തന്നെ ഉള്ളൊരാളെ കിട്ടാം. ഞാൻ 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് 21 വയസ്സിലേക്ക് കണക്ക് പറയുമ്പോൾ എനിക്ക് എപ്പോഴും പേടിയാണ്. കണക്കിൽ ഞാൻ പണ്ടേ കണക്കാണ്. ഞാൻ 2014 വീട്ടിൽ കൂടിയ ആൾ 2024 6 കൊല്ലമായിട്ടുള്ളൂ എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. 10 കൊല്ലമായി, ഞാൻ 6 കൊല്ലം എന്ന് പറഞ്ഞ ആളാണ്. കണക്ക് പറയുമ്പോൾ എനിക്ക് എപ്പോഴും പേടിയാണ്. കണക്കിൽ ഞാൻ കണക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അതേ സിറ്റുവേഷനിൽ കൂടെ പോയ ഒരാളായതുകൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം തന്നെ, കുറച്ച് നേരത്തെ എണീച്ചിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തൊന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുമായിട്ടുള്ള ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്ത് ഓരോ കൂടെ കൂടാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ഓരെന്തെങ്കിലും വികൃതി കളിച്ചാൽ, ഇപ്പം നടക്കാനൊക്കെ ആയ കുട്ടികളൊക്കെ ആണെങ്കിൽ അത് പിടിച്ച് വലിക്കും, ഇത് ഓരെങ്ങനെ കണ്ണുമ്പോൾ നമ്മൾ കൊണ്ടിടക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ കൂടെ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ പണികളൊക്കെ ഒന്ന് തീർന്നു കഴിഞ്ഞാൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. ഓരോ കുരുത്തക്കേടാണെന്നുണ്ടെങ്കിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു ദേഷ്യം വരും, നമ്മൾ വല്ലാത്തൊരു സ്ഥിതിയിലായി പോകും. നമ്മൾ അതും ചെയ്യണം ഇതും ചെയ്യണം, കുട്ടികളെ നോക്കണം, അങ്ങനത്തെ ഒരു സ്ഥിതിയിലായിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതേ സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പം വർക്കിംഗ് വുമൻസ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാകുമ്പം ഇതേപോലെ തന്നെയാണ്. ഓരോ കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ടില്ലെങ്കിൽ മൊത്തത്തിലൊരു അലമ്പ് പിടിച്ച കാര്യമായി മാറും ഈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ എണീച്ച് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ സ്പീഡായിട്ട് കുറച്ച് പ്രീ പ്ലാനൊക്കെ ചെയ്ത് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ രാവിലത്തെ പരിപാടി ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് ഇതാണ് കേട്ടോ നമ്മൾ തലേന്ന് ഈ ഒരു ബോർഡ് നമ്മളെ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് പരിചയമുള്ള സംഗതി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് ഞാൻ അടുക്കളയിൽ വെച്ചിട്ട് ഇതിലാണ് ഞാൻ തലേ ദിവസം എഴുതി വെക്കുക കേട്ടോ, ഇന്ന് പിറ്റേ ദിവസത്തേക്കുള്ള മെനുവും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പൂരിയും മസാലക്കറിയാണ്, അതുപോലെ തന്നെ ലഞ്ചിന് ചോറും മസാലക്കറി, അയല ഫ്രൈയും, പിന്നെ ചക്കക്കുരുവിൻ്റെ ഉപ്പേരിയുമാണ് വെക്കുന്നത്. പിന്നെ സ്നാക്സ് ആ ഒരു ഉച്ച സമയത്ത് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യലാണ് കേട്ടോ. പിന്നെ രാത്രിത്തേക്ക് കടല ഫ്രൈയും, കടലയിൽ നിന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് കടല ഫ്രൈയും രാത്രിത്തേക്ക് ആക്കാനാണ്. ഇങ്ങനെയാണ് ഇന്നത്തെ ഒരു മെനുവിൻ്റെ പ്ലാന്.
അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ചോറിനുള്ള വെള്ളം ആദ്യം അവിടെ വെക്കുക. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിതാ പ്രിപ്പൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിക്കണം. ചക്കക്കുരുവൊക്കെ ഇന്നലെ തന്നെ വേവിച്ചിട്ട് ഞാൻ ചക്കക്കുരു തോല് വലിക്കുക കുക്കറിലൊന്ന് ഒരു രണ്ട് വിസിലടിച്ചിട്ട് വേഗം തോല് കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ തോല് എടുത്തിട്ട് ഇങ്ങനെ ആക്കി വെച്ചതാണ്, മുറിച്ച് റെഡിയാക്കി വെച്ചതാണ്. ഇനി വേഗം ഒന്ന് വറവിട്ടൊന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഉപ്പേരി റെഡിയാവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം മഞ്ഞപ്പിത്തം വല്ലാണ്ട് കൂടിയൊരു സമയമാണ് കേട്ടോ. ഞങ്ങളവിടേക്കൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് സ്കൂളിലൊക്കെ കുറേ കുട്ടികൾക്ക് മഞ്ഞപ്പിത്തമാണ്. അപ്പോൾ തിളപ്പിച്ചാറിയ ഗൂഗിൾ മീറ്റ് വഴി ഇന്നലെ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു സ്കൂളിൻ്റെ വകയായിട്ട്. അപ്പം തിളപ്പിച്ച വെള്ളം തന്നെ കുടിക്കണം. ഈ പ്യൂരിഫയർ ഉപയോഗിച്ചാലും അങ്ങനെ ആ കീടാണുക്കൾ നശിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിളപ്പിച്ചിട്ട് വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് വെള്ളം ഓരോ പണീൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് വെച്ച് ഇങ്ങനെ ഇതുപോലെ തിളപ്പിച്ചെടുത്തിട്ട് അത് ചൂട് തണയണ സമയത്ത് അതിൽ കൊണ്ടുപോയി ഒഴിക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുടിക്കാനുള്ള വെള്ളം ഞാൻ പറഞ്ഞല്ലോ പ്യൂരിഫയറിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അതും അവിടെ വെച്ചിക്കണം. ഇനി നമുക്ക് ഇതാ ഉച്ചക്കത്തേക്കുള്ള ഓരോരോ ഉപ്പേരികളും പിന്നെ മീനും കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് അങ്ങോട്ട് റെഡിയാക്കാം. മീനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് സംഗതി വിറ്റാണ് കേട്ടോ. കാര്യം ഇവിടെ ഏട്ടൻ വാങ്ങിക്കൊണ്ട് ഞാൻ കുറച്ച് വാങ്ങിയാൽ മതി. മീൻ അധികം വാങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ 2 ദിവസം കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചത് ആരും ഇവിടെ കൂട്ടൂല. എനിക്ക് ഉണ്ടാക്കാനും എനിക്ക് മടിയാണ്. അപ്പോൾ കുറച്ച് വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞപ്പം 100 തരമായിട്ട് എല്ലാം കുറച്ച് വാങ്ങിക്കൊണ്ടു നിൽക്കണം. അത് അതിൻ്റെ ബാക്കി ഒന്നെങ്കിൽ ആശാൻ്റെ നെഞ്ഞത്തെ അല്ലെങ്കിൽ കളരിക്ക് പുറത്തെന്ന് പറഞ്ഞ സ്ഥിതിയാണ്. അപ്പോൾ ഞാൻ എന്താക്കി ആദ്യം ഇതുപോലെ മണങ്ങ് എന്ന് പറഞ്ഞാൽ കുറച്ച് മുള്ളുള്ള മീൻ. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു മീനാണ് കേട്ടോ. മക്കൾക്കും എനിക്ക് കൊടുക്കാൻ പേടിയാണ്. ഇവിടെ ഏട്ടനാണിത് കൂട്ടുള്ളൂ. ഏട്ടൻ കൂട്ടാന്ന് പറഞ്ഞാൽ ഇനി 2 കൂട്ടിയാലേ അത്രേ കൂട്ടുള്ളൂ. ഈ മീനൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ ഭയങ്കര ഇഷ്ടമാണ്. കൂട്ടാൻ എന്താ അതുപോലെ ഇഷ്ടം കാണിക്കണ്ട, അതില്ലാനും. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല മണങ്ങ് എന്താക്കാം നമുക്കൊന്ന് പൊരിക്കാം. മണങ്ങ് പൊരിക്കാം. പിന്നെ അയലിയുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കൊഞ്ചനും ഉണ്ട്. അപ്പോൾ അത് 2 കൂടി ഞാൻ എന്താക്കാം വറ്റിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ വിചാരിച്ചത് നമ്മളെ മെനു പ്രകാരം നമുക്ക് അയലേൻ്റെ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെറുങ്ങനെ ഒന്ന് മാറ്റി. അപ്പോൾ അയല എന്തായാലും വറ്റിക്കുക. അപ്പം കൊഞ്ചനും കൂടിയും അയലും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് വറ്റിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുമാണ് ഇന്നത്തെ പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കേണ്ടത്. അപ്പോൾ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചതുകൊണ്ട് ഇനി വേഗം കുക്ക് ചെയ്ത് അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ ആദ്യം തന്നെ ഇതാ ചീനിച്ചട്ടിയൊക്കെ ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഉപ്പേരിക്കുള്ള പണിയൊക്കെ നോക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മീനൊന്ന് നമുക്ക് പൊരിക്കാനുള്ള മീനൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് തേച്ച് വെക്കാം. അപ്പോൾ അതും നമുക്ക് തലേന്ന് ചെയ്യട്ടോ. പിന്നെ ഞാൻ എല്ലാ മീനും കൂടി കണ്ടപ്പോൾ കൺഫ്യൂഷനായിട്ട് അത് അവിടെ എടുത്ത് വെച്ചതാണ് കേട്ടോ. എന്നാൽ പിന്നെ നാളെ തീരുമാനിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതാ ഉപ്പേരിക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചക്കക്കുരുക്കെ റെഡിയാക്കി വെച്ചതുകൊണ്ട് അതൊന്ന് ആ ഒരു വറവിലേക്ക് ഇട്ടിട്ട് വറവിൽ വറ്റൽമുളകും കറിവേപ്പിലയും കടുകിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ഒരു ചക്കക്കുരും പിന്നെ ഈ ഇതുണ്ടാവുമല്ലോ പച്ചമുളക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കുറച്ച് ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് മുറിച്ചിട്ടതും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് അതൊന്ന് ജസ്റ്റ് അതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് അതും ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് ഉപ്പേരി സെറ്റായി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മീനൊക്കെ ഒന്ന് മുളകൊക്കെ തേച്ച് റെഡിയാക്കി വെച്ച് അപ്പം ഉപ്പേരി റെഡിയായ പാടന്നെ നമ്മൾ മീൻ പൊരിക്കാനുള്ള ചട്ടിയും വെച്ച് മീനും പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ അങ്ങനെ ചൂടോടെ മീൻ പൊരിച്ചത് വേണമെന്നൊന്നുമില്ല. ചില സമയം ഞാൻ തേച്ചൊക്കെ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്താണ് കേട്ടോ പൊരിച്ചെടുക്കൽ. അപ്പോൾ ഇന്നിപ്പോൾ ഞാനതാ വേഗം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങോട്ട് പൊരിച്ച് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പൊരിക്കാനുള്ള മീനൊക്കെ എണ്ണ ചൂടായ സമയത്ത് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് അപ്പോഴത്തേക്ക് നമ്മളെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് അതൊന്ന് ചൂട് കാണിഞ്ഞതിന് ശേഷം നമുക്ക് പ്യൂരിഫയറിൽ ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ അരിയണത് എന്തിനാന്ന് വെച്ചാൽ നമുക്കിപ്പം വറ്റിക്കണമല്ലോ, മീൻ വറ്റിക്കണമല്ലോ, അതിലും കൊഞ്ചനുണ്ടല്ലോ. അപ്പോൾ അത് 2 കൂടി ഇട്ടിട്ട് വറ്റിക്കാൻ വേണ്ടിയിട്ട് പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തതും പച്ചമുളകും തക്കാളിയും കുറച്ച് ഉള്ളിയും കൂടി മുറിച്ച് അതൊന്ന് റെഡിയാക്കി വെച്ചിട്ട് ആ സമയം കൊണ്ട് അപ്പോഴത്തേക്ക് ഇതാ നമ്മളെ ചോറൊക്കെ വെള്ളം തിളച്ച് വന്നപ്പം അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് ചോറിഞ്ഞി അവിടെ നിന്ന് ആയിക്കോളല്ലോ. അരിയൊക്കെ കഴുകിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വലിയൊരു ശ്രദ്ധ കൊടുക്കണ്ടല്ലോ, അത് അവിടെ നിന്ന് ആയിക്കോളല്ലോ. അപ്പോഴത്തേക്ക് മീനൊക്കെ പൊരിച്ച് കഴിഞ്ഞത് അതൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് ഉപയോഗിക്കുന്ന വേറൊരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഉപയോഗിച്ച പാത്രം തന്നെ നമ്മളത് സെർവിങ് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ആ ഒരു പാത്രം തന്നെ പിന്നെയും കുക്കിങ്ങിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറേ പാത്രങ്ങൾ നമ്മളെ സിങ്കിൽ അങ്ങോട്ട് നിറയൂല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ സിങ്കിൽ പാത്രം നിറയും നമ്മളെ കബോർഡിലെ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് തീരാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു സ്ഥിതി ഇല്ലാണ്ടിരിക്കാൻ വേഗം സെർവിങ് ബൗളിലേക്ക് മാറ്റി വെക്കും ആയ സംഗതികളൊക്കെ. അപ്പോൾ ഇതായിനിപ്പോൾ നമ്മളെ വറ്റിക്കണ മുളകിടുന്ന പരിപാടിയാണ്. അപ്പോൾ മീൻ മുറിച്ചൊക്കെ റെഡിയാക്കി വെച്ചതുകൊണ്ട് വേഗം അതും മുളകിടുന്ന കാര്യം അങ്ങോട്ട് റെഡിയായി കിട്ടി. നല്ലോണം അങ്ങോട്ട് വറ്റിച്ചെടുക്കും കേട്ടോ. കുറച്ച് പുളിയൊക്കെ പിഴിഞ്ഞ് നല്ലോണം അങ്ങോട്ട് വറ്റിച്ചെടുത്ത് ഇത് മാത്രം മതി ചോറ്. ഇന്നത്തെ ഹൈലൈറ്റ് ഇതേനി കേട്ടോ ഇവനാണ്. അപ്പോൾ ഇതാ ഉച്ചക്കത്തേക്കുള്ള പരിപാടികളും സംഗതികളൊക്കെ സെറ്റായി. മസാലക്കറി ഉണ്ട്, ചോറ് ആവണുണ്ട്, ചോറ് കുറച്ചും കൂടി വേവാനുണ്ട്, അതും കൂടി ഊറ്റിച്ച് കഴിഞ്ഞാൽ ഉച്ചക്കത്തെ സംഗതി സെറ്റായിട്ടോ. പിന്നെ നമ്മൾ മീനൊക്കെ വറ്റിച്ചത് റെഡിയായി. പിന്നെ മീൻ പൊരിച്ചതുണ്ട്, ചക്കക്കുരു ഉപ്പേരി ഉണ്ട്, അച്ചാറുണ്ട്. അടിപൊളി തന്നെ ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം, അടിപൊളി തന്നെ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ
അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കച്ചറയായിട്ട് ഞാൻ അങ്ങനെ കുക്ക് ചെയ്യലില്ല. പിന്നെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് അരിയാനും പിടിക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അരിയാനൊക്കെ ഉണ്ടെങ്കിലാണ് കുറേ അങ്ങോട്ട് കച്ചറയായി പോവുക കൗണ്ടർ ടോപ്പൊക്കെ. അപ്പോൾ അതൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ജസ്റ്റ് ഇതാ നമ്മൾ കുക്ക് ചെയ്ത ഗ്യാസും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ടൈലും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുത്ത് ഗ്യാസ് സ്റ്റവ് ഒന്ന് തുടച്ച് അത് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചെടുക്കുക. അതിന് മുമ്പേ സിങ്കിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അങ്ങോട്ട് വെക്കുക എന്നുള്ളതാണ് ഇനിയുള്ള പരിപാടി. ക്ലീനിങ്ങിന് അങ്ങനെ വലിയ അൽക്കുലത്ത് പണികളൊന്നുമില്ല. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പാത്രങ്ങൾ ഞാനീ പറഞ്ഞ പോലെ കുറവ് പാത്രങ്ങളേ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും കുക്ക് ചെയ്യണ സമയം കിട്ടുമ്പം ആ സമയത്ത് സിങ്കിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെക്കും. പിന്നെ കുറച്ച് പാത്രങ്ങളെ ഇങ്ങനെ ഇതുപോലെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ഇങ്ങോട്ട് കഴുകി വെച്ച് കയ്യോടെ തന്നെ ഈ ക്ലീനിങ്ങും കൂടി അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ കുറച്ചൊരു നേരം നമുക്ക് ആലോചിക്കാൻ സമയം കിട്ടിക്കഴിഞ്ഞാൽ ക്ലീനിങ് എന്നാൽ അവിടെ വെക്കട്ടെ, കുറേ എല്ലാം കഴിഞ്ഞല്ലോ, അപ്പോൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞല്ലോ, ക്ലീനിങ് കുറച്ച് കഴിഞ്ഞ് ചെയ്യാമെന്നുള്ള ഒരു എക്സ്ക്യൂസും കൊണ്ട് കയറി വരും കേട്ടോ. എനിക്കുള്ള സംഗതി തന്നെയാണ്, എനിക്കും പറ്റുന്നതാണ് ചില സമയമൊക്കെ. അപ്പോൾ അതിങ്ങനെ കച്ചറയായിട്ട് കിടക്കും. അപ്പോൾ അതിന് മുമ്പേ ആലോചിക്കാനുള്ള സമയം കൊടുക്കാണ്ട് വേഗം തന്നെ അങ്ങോട്ട് ക്ലീനിങ്ങും കൂടി അങ്ങോട്ട് കയ്യോടെ കഴിച്ചാൽ സംഗതി സെറ്റായി. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങും കാര്യങ്ങളും ഉച്ചവരെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി. ഇത് അലക്കാനുള്ളത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മിഷീനിലൊക്കെ ഇട്ട് സെറ്റാക്കിന്. അപ്പോൾ അത് സ്വിച്ചിട്ട് ഞാൻ അപ്പോൾ അത് അതിൻ്റെ പണി അവിടെ നിന്ന് എടുത്തോളും. അപ്പോൾ ഇനിയിപ്പോൾ ഒരു അടിച്ച് വാരലും കൂടി കഴിഞ്ഞാൽ നമ്മളെ രാവിലത്തെ ആ ഒരു പരിപാടിയും ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ കുക്കിങ്ങിൻ്റെ ഉച്ചവരെയുള്ള കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായി. അപ്പോൾ നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ ഇത് ആരോടാ കളി എന്ന് ചോദിക്കണ മാതിരി നമ്മളോടാ കളി. വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം ഇതിൻ്റെ അപ്പുറം ചാടി കിടക്കും അല്ലേ, പക്ഷേ വിചാരിക്കണം എന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ആ ഒരു റൊട്ടീൻ, മോർണിംഗ് റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു മോർണിംഗ് വിശേഷമാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പുതിയ വീഡിയോയിൽ പുതിയ ഡേ ഇൻ മൈ ലൈഫ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.